എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, വീടുകളിൽ ഗ്യാസ് മുടങ്ങാൻ പോവുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം നിലനിൽക്കുകയാണെങ്കിൽ ഗ്യാസ് മുടങ്ങിയേക്കും. രാജ്യത്ത് ഇന്ധനക്ഷാമം രൂക്ഷമാണ്, ഗ്യാസ് ക്ഷാമം രൂക്ഷമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. അപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വീട്ടിൽ ഇനി പറയുന്ന ആളുകളുണ്ടോ? മാസം 2000 രൂപ ലഭിക്കും. 50 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുള്ള ആളുകൾ വീട്ടിലുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ. കേരളത്തിൽ നിലവിൽ 5 പ്രധാന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളാണ് സേവന പെൻഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി വിതരണം ചെയ്യുന്നത്. 2026 പുതുക്കിയ വിവരങ്ങൾ പ്രകാരം ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഇനി പറയുന്നവയാണ്. ഇത് അറിയാത്തതുകൊണ്ട് പല അർഹതയുള്ള ആളുകൾക്കും മാസം ലഭിക്കേണ്ട 2000 രൂപ ലഭിക്കുന്നില്ല. പല ആളുകളും 65 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വേറെ ആരെങ്കിലും പറയുമ്പോൾ മാത്രമാണ് പെൻഷനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും. അതുകൊണ്ട് തന്നെ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾ, ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ള വിധവകളായിട്ടുള്ള സ്ത്രീകൾ, 50 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹിതരല്ലാത്ത സ്ത്രീകൾ, ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പദ്ധതിയിലേക്ക് അപേക്ഷിക്കണം. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ആരെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ അയൽപ്പക്കത്തോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്ന് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇല്ല എങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പെൻഷൻ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മാനദണ്ഡങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനും പൊതുവായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അതാണ് ആദ്യം പറയുന്നത്. വരുമാന പരിധി, കുടുംബ വാർഷിക വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ കവിയരുത്. പിന്നെ വാഹന നിബന്ധനകളുണ്ട്. സ്വന്തമായോ കുടുംബത്തിലെ ആരുടെയെങ്കിലും പേരിലോ, അതായത് ഈ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെടുന്ന ആരുടെയെങ്കിലും പേരിലോ 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി ഒഴികെയുള്ള 4 ചക്ര വാഹനങ്ങൾ ഉണ്ടാകരുത്. മൂന്നാമതായിട്ട് ഭൂമിയുടെ കാര്യമാണ്. അപേക്ഷകന്റെയോ കുടുംബത്തിന്റെയോ പേരിൽ 2 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാവാൻ പാടില്ല. പട്ടികവർഗക്കാരാണ് എങ്കിൽ അത് 5 ഏക്കർ വരെ ആകാം. മറ്റ് പെൻഷനുകളൊന്നും ലഭിക്കാൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട നിബന്ധന. അതായത് സർക്കാർ പെൻഷനോ മറ്റ് ക്ഷേമനിധി പെൻഷനുകളോ കൈപ്പറ്റുന്നവർ ആവരുത്. എന്നാൽ വികലാംഗ പെൻഷൻ വാങ്ങുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി മറ്റൊരു പെൻഷൻ കൂടി ലഭിക്കുന്നതിന് അർഹതയുണ്ട്. ഇനി വിവിധ പെൻഷനുകളുടെ പ്രത്യേക മാനദണ്ഡങ്ങളാണ് പറയുന്നത്. വാർദ്ധക്യകാല പെൻഷൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് 60 വയസ്സ് തികയണം എന്നുള്ളതാണ്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. വിധവാ പെൻഷന് 18 വയസ്സ് തികയും വേണം. വികലാംഗ പെൻഷന് പ്രായപരിധിയില്ല. അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷന് 50 വയസ്സ് പൂർത്തിയാകണം. കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കാൻ 60 വയസ്സും തികയണം. ഇവയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. പദ്ധതിയിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ഇവയാണ്: ആധാർ കാർഡ് കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജ്, ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ആവണം. വില്ലേജ് ഓഫീസറിൽ നിന്നും നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് വേണം. 1 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം അത്. പ്രായം തെളിയിക്കുന്ന രേഖ, ഒന്നെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ആധാറിൽ വയസ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത്, ഇല്ല എങ്കിൽ ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് മതി. പിന്നെ ഓരോ പെൻഷനും പ്രത്യേക വിഭാഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഉദാഹരണത്തിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷന് വേണ്ടിയിട്ടാണ് അത്. ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് വേണം. നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക പ്രതിമാസം 2000 രൂപയാക്കി സർക്കാർ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവസാനം വിതരണം ചെയ്ത സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2026 ഫെബ്രുവരിയിലേതാണ്. ഇതിന്റെ വിതരണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തിലും 2000 രൂപയാണ് വിതരണം ചെയ്യാനിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ മെയ് മാസത്തേത് കൂടി വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിഷു, ഈസ്റ്ററിനോടനുബന്ധിച്ച് ഇലക്ഷൻ നടക്കുന്നതിനാൽ ഏപ്രിൽ മാസത്തിൽ തന്നെ നേരത്തെ വിതരണം ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ 2000 രൂപ ലഭിക്കുന്നതിന് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവർ അപേക്ഷിക്കുക. വിധവ, വിവാഹിത പെൻഷൻ വാങ്ങുന്നവർ എല്ലാ വർഷവും
വാഹിദയല്ല പുനർവാഹിദയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് സമർപ്പിക്കാനുള്ള സമയമാണ്. അതായത് നിലവിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ മാസം 31 മുമ്പ് ഈ സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടതുണ്ട്. മുമ്പ് നൽകിയിട്ടുള്ളവർ നൽകേണ്ട. ഈ വർഷത്തേതിന്റെ അവസാന സമയം 31 എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. ഇതുകൂടാതെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വാർഷിക മസ്റ്ററിങ്ങും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പദ്ധതിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ആരും പുറത്തു പോകരുത്. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഉപയോഗിക്കുന്ന 80 മുതൽ 85% പാചകവാതകവും വരുന്നത് ഈ ഹോർമോസ് കടലിടുക്കിലൂടെയാണ്. 1 മാസത്തിലധികം യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ യുദ്ധം നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ, അതായത് ഈ ഹോർമോസ് കടലിടുക്ക് ദീർഘകാലത്തേക്ക് അടക്കുകയാണ് എങ്കിൽ പാചകവാതകം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഓരോ വീട്ടിലും ഇപ്പോൾ ലഭിക്കുന്ന 12 സിലിണ്ടർ എന്നുള്ളത് ഗണ്യമായിട്ട് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോ ഗുണഭോക്താവിനും നിയന്ത്രണത്തിലൂടെ മാത്രമേ സിലിണ്ടറുകൾ നൽകുകയുള്ളൂ. അത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും ബൈ.